ഹായ് ഗായ്സ്, വെൽക്കം ടു സണി തോട്ട്സ്. ഐ നോബഡി. ഈ വർഷം ഞാൻ വളരെയധികം കാത്തിരുന്ന ഒരു ചിത്രം, അതിൻ്റെ റിലീസായിരുന്നു ഇന്ന്. സിനിമ കണ്ടതായി ഇപ്പോൾ വന്നേക്കാണ്. എറണാകുളം ഷേണൈസിലാണ് ചിത്രം കണ്ടത്. ആദ്യമേ തന്നെ ചിത്രത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന പ്രതീക്ഷ പറയാം. റുഷാഖ് എന്ന് പറയുന്ന ഒരു വൺസ് ഇൻ എ വണ്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു സിനിമയുടെ ഡയറക്ടർ, അയാളുടെ അടുത്ത ചിത്രം ചെയ്ത 2 സിനിമകൾ ഹിറ്റാക്കിയ സംവിധായകൻ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാണം, പൃഥ്വിരാജ് നായകൻ. ഒരു പൃഥ്വിരാജ് ഫാനായ എനിക്ക് ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു ഐ നോബഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ഒരുപക്ഷെ ഖലീഫയേക്കാൾ കൂടുതൽ ഞാൻ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ചിത്രമായിരുന്നു ഐ നോബഡി. പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ല രീതിയിൽ ഉള്ളൊരു ഫസ്റ്റ് ഹാഫ്, വളരെ ഫ്ലാറ്റായി പ്രഡിക്റ്റബിളായി പോയൊരു സെക്കൻഡ് ഹാഫ്. അതാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഐ നോബഡി. നമുക്ക് ആ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതൊരു ഹെയ്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് പോകുന്നൊരു പടമാണ്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ വിത്ത് ജേക്സ് ബിജോയുടെ ഗംഭീര BGMൻ്റെ അകമ്പടിയോടുകൂടി ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തോ ഒരു സംഭവം അതിലുണ്ട്, വരാനുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ കാത്തുകൊണ്ട് പോകുന്നൊരു ഫസ്റ്റ് ഹാഫ്. അത്യാവശ്യം ത്രിൽ എലമെൻസും ഫാമിലി എലമെൻസും എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് കൊണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും സെക്കൻഡ് ഹാഫിലേക്ക് ഈ സിനിമ പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഈ സിനിമ എവിടെ ചെന്നെത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒന്ന് രണ്ട് രീതികളിലാണ് ഈ പടം എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ഇതൊരു മികച്ച ഹേസ്റ്റ് മൂവി, ഒന്ന് ഞെട്ടിക്കുന്ന ചില രംഗങ്ങളൊക്കെ കാണിച്ചുള്ള ഗംഭീര ആക്ഷനോട് കൂടിയ നല്ല കിടിലം BGM ഒക്കെ ഉള്ളൊരു ഹേസ്റ്റ് മൂവി ആയിട്ട് ഇത് എൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി സബ്ജക്റ്റിൽ കൊണ്ട് എൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ആ പടത്തിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷിച്ചത് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ 2 കാര്യങ്ങളാണെങ്കിലും ഏത് രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നു, എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നു, എത്രയും ത്രില്ലാവുന്ന രീതിയിൽ, എത്രയും എൻഗേജ് ആവുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കും എന്നറിയാനായിരിക്കും ഒരുവിധം പ്രേക്ഷകരെല്ലാവരും സെക്കൻഡ് ഹാഫിൽ കാത്തിരിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഗംഭീര ട്വിസ്റ്റൊന്നും ഇനി ഇതിൽ വരാനില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവർക്ക് തന്നെ കൺഫ്യൂഷനായി തോന്നുന്നു. ഇവരൊരു തരം അവിയലുണ്ടാക്കുന്ന പോലെ സെക്കൻഡ് ഹാഫ് ആക്കി കളഞ്ഞു. അതായത് ഇവർക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മികച്ചൊരു ഹേസ്റ്റ് മൂവി ആക്കണോ, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി മൂവി ആക്കണോ, അല്ലെങ്കിൽ ഒരു പൗരൻ സൊസൈറ്റിയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ, ആ പ്രശ്നങ്ങൾക്ക് ഗവൺമെൻറ്റിനോ പോലീസിനോ എത്രത്തോളം അയാളെ സഹായിക്കാൻ കഴിയും, അയാൾ എത്രത്തോളം നിസ്സഹായനാണ് എന്ന് കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റാക്കി തീർക്കണോ എന്നറിയാതെ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു അവിയലാക്കി കളഞ്ഞ സെക്കൻഡ് ഹാഫായിപ്പോയി നോബഡി ചെയ്തേട്. ഈ പടത്തിൽ ആക്ച്വലി പടം തുടങ്ങുമ്പോൾ വൈശാഖൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് അവതരിപ്പിച്ച ക്യാരക്ടർ നേരിടുന്ന കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അയാളുടെ വൈഫും മീരയും തമ്മിലുള്ള, മീരയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാർവതിയാണ്. ഇവർ തമ്മിലുള്ളൊരു ഇഷ്യൂസ് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഈ ഇഷ്യൂസ് സോർട്ട് ഔട്ടായി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഈ ഇഷ്യൂ സോർട്ട് ഔട്ട് ആവാനുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ഇടയിലുള്ള ഈ ഇഷ്യൂ വലുതാവാനുള്ള കുറേ കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു കൺവിൻസിങ് ആയില്ല. അതേപോലെ ഈ വൈശാഖൻ ഫാമിലിയിൽ ഫേസ് ചെയ്യുന്നൊരു വലിയ ഇഷ്യൂ ഉണ്ട് അയാളെ സംബന്ധിച്ച്. അതിന് അയാൾ ഫേസ് ചെയ്യാൻ പോകുന്ന രീതി, അയാൾ ടേക്കപ്പ് ചെയ്യുന്ന രീതിയൊന്നും എനിക്ക് പേഴ്സണലി അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രകടനങ്ങളിലേക്ക് വരുമ്പോൾ വൈശാഖനായി വന്ന പൃഥ്വിരാജ് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുള്ളിയുടെ ചില മാനറിസങ്ങൾ, ചില നോട്ടങ്ങൾ ഒക്കെ നല്ല രസമായിട്ട്, ചില ഡയലോഗുകളെല്ലാം. വൈഫായിട്ട് അഭിനയിച്ച പാർവതി സാധാരണ ചെയ്യുന്ന സിനിമകളിലുള്ള അത്രയും ഗംഭീര പ്രകടനങ്ങളോ അല്ലെങ്കിൽ അതിനും മാത്രം അഭിനയിക്കാനുണ്ടെന്ന് തോന്നിയില്ല. എന്നാലും ഉള്ളത് പാർവതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യം ഒന്നും എടുത്ത് പറയാനില്ല. അശോകൻ, നമ്മുടെ ഇൻഹരിയർ നഗറിലെ അശോകൻ, അദ്ദേഹം പുള്ളിയുടെ റോള് നന്നായിട്ടുണ്ട്. ഹക്കീം ഷാ നന്നായിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ചവരൊക്കെ നന്നായിട്ടുണ്ട്. ഇതിലെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോൾ എഴുത്ത് ഭയങ്കര ഫ്ലാറ്റായിപ്പോയി. വളരെ ഫ്ലാറ്റായിട്ട്, വളരെ പ്രഡിക്റ്റബിളായിട്ട് അങ്ങ് കൊണ്ട് എത്തിച്ച് കളഞ്ഞു ഈ സിനിമ. അതാണ് ഈ സെക്കൻഡ് ഹാഫിലേക്ക് ഈ പടത്തിൻ്റെ ഡൗൺ ആക്കി കളഞ്ഞത്. എടുത്തു പറയേണ്ട പോസിറ്റീവ് ജേക്സ് ബിജോയുടെ BGM. പലപ്പോഴും ഈ പടത്തിൻ്റെ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ജേക്സ് ബിജോയുടെ BGM ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പടത്തിന് ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വെച്ചാൽ ഒരു മോശം പടമല്ല, പക്ഷേ അങ്ങനെ കാണണമെന്ന് നിർബന്ധമുള്ളൊരു പടമൊന്നുമല്ല. കാരണം നമ്മളൊന്നുമില്ലെങ്കിലും ഇല്ലാത്ത കാശും സമയവും കണ്ടെത്തി പോകുന്നതാണല്ലോ. ഒരുപക്ഷെ OTTയിലോ TVയിലൊക്കെ വരുമ്പോൾ കണ്ടിരിക്കാം, കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം വന്നേക്കാം. തിയേറ്ററിൽ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നില്ല. എങ്ങനെയാലും ഒരു 10-30 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ടാവും. അടുത്ത ആഴ്ച ജോജു ഷാജികലാസ് ടീമിൻ്റെ വരവ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച ഒരു ഫ്രീ റൺ ഉണ്ട് എന്ന് തോന്നുന്നു. ആ ഒരു ടൈമിൽ മാക്സിമം ഏൺ ചെയ്യാൻ കഴിഞ്ഞേക്കും. പിന്നെ ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഈ സിനിമ കണ്ട
ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടാവാം, ചിലപ്പോൾ എൻ്റെ അതേ അഭിപ്രായമുള്ളവരുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ട ശേഷം ഈ വീഡിയോയുടെ താഴെ അഭിപ്രായങ്ങളായിട്ട് തന്നെ അറിയിക്കുക. ഏത് അഭിപ്രായവും സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റ് സിനിമാ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരെ